അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് ലെസണിലേക്ക് പോകാം. പേജ് 6. മാ ഹാദ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹാദ ബൈത്ത്, ഇതൊരു വീടാകുന്നു. അപ്പോൾ മാ നമുക്കറിയാം ഇസ്മു ഇസ്തിഫാമാണ്. നമ്മൾ ക്വസ്റ്റ്യന് വ്യാകരണം ചെയ്യൂല, നമ്മൾ ആൻസർ ഉത്തരം മാത്രമേ, ചോദ്യം വ്യാകരണം ചെയ്യൂല, ഉത്തരം മാത്രമേ വ്യാകരണം ചെയ്യുകയുള്ളൂ. പക്ഷേ നമ്മൾ മാ പഠിച്ചുകൊണ്ട് അത് മാ ഇസ്മു ഇസ്തിഫാം, മനസ്സിലാക്കുന്നതിൻ്റെ ഇസ്മു. ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. മാ ഹാദ. അപ്പോൾ ആൻസർ എന്താ? ഹാദ ബൈത്തുൻ, ഹാദ ബൈത്തുൻ. അപ്പോൾ ഇതെന്താ? ജുംല ഇസ്മിയ. കാരണം എന്താ? ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഏതാ ഇസ്മ? ഹാദ. ഹാദ നമുക്കറിയാം ഇസ്മാണ്, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല. അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ ജുംല ഇസ്മിയ ആകുമ്പോൾ അതിൽ മുബ്തദഉനും ഉണ്ടാകണം, ഖബറിനും ഉണ്ടാകണം. ഏതാ മുബ്തദ? ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. ആരംഭിക്കുന്ന ഇസ്മ ഏതാ? ഹാദ. അപ്പോൾ ഹാദ മുബ്തദയാണ്. ഹാദിൻ്റെ അടയാളം എന്തായിരിക്കണം? അലാമത്ത് റഫ് എന്താ? ലമ്മത്ത്. റഫ് ചെയ്ത അടയാളം എന്താ? റഫിൻ്റെ അടയാളം എന്താ? ലമ്മത്ത്. അപ്പോൾ ലമ്മത്തിൻ്റെ ഇസ്മിന് എന്താ പറയുക? മർഫൂ. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ. പക്ഷെ നമ്മൾ ലമ്മത്ത് എഴുതൂല. കാരണം എന്താ? ഹാദ മബ്നിയാണ്. എപ്പോഴും ഹാസ എന്ന് എഴുതുള്ളൂ, ഹാസൂന്ന് എഴുതൂല, ഹാസീന്ന് എഴുതൂല. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, അതാണ് ഹാദൻ്റെ വ്യാകരണം. ബൈത്തുൻ എന്താ? ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അല്ലെ? ഹാദയിൽ നിന്ന് കിട്ടുന്ന ഖബർ എന്താ? ബൈത്തുൻ. ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്ത്. അപ്പോൾ അത് മർഫൂവാണ്. അപ്പോൾ ബൈത്തുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഹാദ ബൈത്തുൻ, ഹാദ മുബ്തദഉൻ മർഫൂൻ, ബൈത്തുൻ ഖബറുൻ മർഫൂൻ. പിന്നെ ചോദിക്കുകയാണ്, സംശയമാണ്. ഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ? സംശയരൂപത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? അപ്പോൾ എന്നുള്ളത് നമ്മൾ ഇടണം. ഈ ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യം മാർക്ക്, മൻ, മാ ഒക്കെ തുടക്കത്തിലാണ് എഴുതുക, തുടക്കത്തിൽ. പിന്നെ സെൻറ്റൻസ് എഴുതുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ആരംഭത്തിൽ ഹർഫോ ഇസ്മോ ഇടണം. അപ്പോൾ ഇവിടെ ഹർഫോ ഇട്ടത് കാരണം സംശയമാണ്. ഹർഫു ഇസ്തിഫാം ഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ? അപ്പോൾ ഉത്തരം എന്താ? നാം, ഹാദ ബൈത്തുൻ, അതെ ഇതൊരു വീടാണ്. അപ്പോൾ നാം എന്താ? ഹർഫു ജവാബ് അല്ലേ? നാം ഹർഫാണ്, അതിൽ ഹർഫു ജവാബാണ്, അതേന്ന് പറയാൻ. ഹാദ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ, മുബ്തദയാണ്. കാരണം ഹാദ കൊണ്ടാണ് ആരംഭിക്കുന്നത്, ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. അതിൻ്റെ അടയാളം എന്താ? മർഫൂ. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ. ബൈത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, അപ്പോൾ ഖബറുൻ മർഫൂൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ ഇവിടെ ഷർട്ടിൻ്റെ ഒരു ഫോട്ടോ ഉള്ളത്. ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. മാ ഹാദ, ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് അറിയില്ല. കുട്ടീനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, കുട്ടി പഠിക്കുമ്പോൾ ചോദിക്കുക മാ ഹാദ, ഇതെന്താണെന്ന്. അപ്പോൾ ബുദ്ധിയില്ലാത്ത വസ്തുവാണ് ഏത്? ഈ ഷർട്ടും നേരത്തെ പഠിച്ച വീടും. അതുകൊണ്ടാണ് മാ ഉപയോഗിക്കുന്നത്. മാ ഹാദ. അപ്പോൾ ഉത്തരം എന്താ? ഹാദ ഖമീസുൻ, ഇതൊരു കുപ്പായാണ്, ഇതൊരു കുപ്പായാണ്. അപ്പോൾ ജുംല ഇസ്മിയാണ്. കാരണം എന്താ? ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ. ഹാസൂന്ന് എഴുതോ? ഇല്ല. കാരണം എന്താ? മബ്നിയാണ്, മാറൂല. ഹാദ എപ്പോഴും ഹാസയായിരിക്കും. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ. ഖമീസുൻ എന്താ? ഖബറുൻ മർഫൂൻ. ഖമീസുനും ബൈത്തിനും ഒക്കെ മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ലമ്മത്തിടും. അപ്പോൾ ഇവിടെ ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ തൻവീനോട് കൂടിയായിരിക്കും. അപ്പോൾ ബൈത്തുൻ ഖമീസുൻ എഴുതും. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, ഖമീസുൻ ഖബറുൻ മർഫൂൻ, ഖമീസുൻ ഖബറുൻ മർഫൂൻ. കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ തൻവീനുള്ള ലമ്മത്തായതുകൊണ്ട് അത് മർഫൂ ആണ്. ഹാദ സരീറുൻ, സംശയമാണ്. അപ്പോൾ സംശയമുള്ളപ്പോൾ സംശയമുള്ളപ്പോൾ ഇപ്പോൾ ഒരു കസാരൻ്റെ ഫോട്ടോ ഉള്ളത്. അപ്പോൾ കുട്ടി ചോദിക്കുമ്പോൾ, കുട്ടി പഠിച്ചു ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടി ചോദിക്കുക ഹാദ സരീറുൻ, ഇത് കട്ടിലാണോ? അപ്പോൾ എന്താ ഉത്തരം പറയാം? അത് കട്ടിലല്ലല്ലോ. അപ്പോൾ അല്ല, ഹർഫു നഫി, നിഷേധത്തിൻ്റെ ലാമ്. ഹർഫു ജവാബൻ്റെ മറുപടിയുടെ ഹർഫന്നെ ലാമ് ഹർഫിലപ്പെടുത്തിയത്
അപ്പോൾ ഹർഫു ജവാബ്, അതായത് ഹർഫു നഫി, നിഷേധിക്കുകയാണ്. എന്ത്? ഇത് കട്ടിലല്ല. പിന്നെയോ ഹാദ കുർസിയുൻ, ഇതൊരു കുർസിയാണ്, കസേരയാണ്. അപ്പോൾ ഹാദ എന്താ? ലാ എന്താ? ഹർഫു നഫി. ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ. കുർസിയുൻ എന്താ? ഖബറുൻ മർഫൂൻ. ഇപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവും. ബാറക്കല്ലാഹു ഫീക്ക്. ഹാദ മിഫ്താഹുൻ. ഇപ്പോഴും സംശയമാണ്. ഇത് താക്കോലാണോ? അപ്പോൾ പേനൻ്റെ ഫോട്ടോ ഉള്ളത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇത് താക്കോലാണോ? ഇത് താക്കോലാണോ? അപ്പോൾ എന്താ ചോദിക്കുക? ഹാദ മിഫ്താഹുൻ, ഇത് താക്കോലാണോ? അപ്പോൾ നിഷേധിക്കണം. ല ഹർഫു നഫി, അല്ല. ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. ഹാദ കലമുൻ. അപ്പം ല എന്താ? ഹർഫു നഫി. ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ. കലമുൻ എന്താ? ഖബറുൻ മർഫൂൻ. ഹാദ മബ്നി ആയതുകൊണ്ട് ദമ്മത്തിടൂല. കലമുൻ ഖബർ ഒറ്റ വാക്കിലായതുകൊണ്ട് തൻവീനുള്ള ദമ്മത്തായിരിക്കും. 2 ദമ്മത്ത്. അതിന് അറബി ഭാഷയിൽ പറയാം ദമ്മത്താനി, ദമ്മത്താനി. മാ ഹാദ, ഇതെന്താണ്? അപ്പം ബുദ്ധിയില്ലാത്ത ഒരു വസ്തു, അറിയില്ല എന്താണെന്ന്. അപ്പോൾ മാ ഹാദ. അപ്പം മാ എന്താ? ഇസ്മിലപ്പെടുത്തി. മാ ഇസ്മു ഇസ്തിഫാം. ആ എന്താ? ഹർഫു ഇസ്തിഫാം. ലാ എന്താ? ഹർഫു ജവാബ്, ഹർഫു നഫി. അപ്പോൾ മാ ഹാദ, ഇതെന്താ? ഹാദ നജ്മുൻ, ഇതൊരു നക്ഷത്രമാണ്. അപ്പോൾ ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ. നജ്മുൻ എന്താ? ഖബറുൻ മർഫൂൻ. ഇവിടെ എല്ലാം ഉപയോഗിച്ചത് ഹാദയാണ്. അപ്പോൾ ഹാദ എന്ന് പറയുമ്പം ഒന്ന് ഈ വസ്തുക്കളൊക്കെ അടുത്തുള്ളതാണ്. വീട്, കമീസ്, കുർസി, കലം, നക്ഷത്രം, ഇതൊക്കെ എന്താണ്? അടുത്തുള്ള വസ്തുവായാണ് ഹാദ ഉപയോഗിച്ചത്. പിന്നെന്താ പ്രത്യേകത? ഈ വീട്, അതുപോലെ കമീസ്, അതുപോലെ കുർസി, അതേപോലെ കലം, അതുപോലെ നജ്മ്, ഇതെല്ലാം മുദക്കറാണ്, പുല്ലിംഗം. അതുകൊണ്ടുമാണ് ഹാദ ഉപയോഗിച്ചത്. അപ്പോൾ അടുത്തുള്ള വസ്തു പുല്ലിംഗം. പിന്നീട് കുറേ വീടുകളുണ്ടോ? 2 വീടുകളുണ്ടോ? ഒരു വീടാണോ? ഒറ്റ വീട്. അതേപോലെ ഒറ്റ കമീസ്, അതേപോലെ ഒറ്റ കുർസി, ഒറ്റ കലം, ഒറ്റ നക്ഷത്രം. അതുകൊണ്ടുമാണ് ഹാദ ഉപയോഗിച്ചത്. ഇതൊക്കെ നമ്മൾ ഹാദ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. നമുക്കൊരു റിവിഷനും കൂടിയായി. ഇപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും.